വിശുദ്ധ മത്തായി 24 അധ്യായം 28 മുതൽ 32 വരെയുള്ള 2 പുത്രന്മാരുടെ ഉമ്മൂലയുടെ വചനം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദൈവവചനം കേൾക്കുകയും വാക്കുകൊണ്ട് പ്രഘോഷിക്കുകയും മാത്രം ചെയ്താൽ പോരാ, അതനുസരിക്കുകയും ചെയ്യുന്നവരായിരിക്കും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം. വചനത്തിൽ ഒരു പിതാവ് തൻ്റെ 2 പുത്രന്മാരിൽ ഒരു പുത്രനോട് ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ പറയുമ്പോൾ അവൻ പോകാമെന്ന് പറയുന്നു, എങ്കിലും പോവില്ല. രണ്ടാമൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നു, എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോകുന്നു. വചനം രണ്ടാമതായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്, നാം എത്ര വലിയ പാപികളാണെങ്കിലും നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ പശ്ചാത്തപിച്ച് ദൈവവചനം അനുസരിച്ചാൽ നമുക്ക് നിത്യജീവിതം അവകാശമാക്കാൻ കഴിയും. മൂന്നാമതായിട്ട് വചനം മനസ്സിലാക്കിയിരിക്കുകയാണ്, നമുക്ക് ഈശോയിൽ ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ പാവങ്ങളെക്കുറിച്ചുള്ള അറിവ് കിട്ടിയാൽ നാം അനുദപിക്കും, പാവം ഉപേക്ഷിക്കും. നമ്മുടെ പാവങ്ങളെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടും നാം അനുദപിക്കുന്നില്ലെങ്കിൽ നമുക്ക് ശരിയായ ഈശോ വിശ്വാസമില്ല എന്ന് വചനത്തിലുള്ള ഈശോ പഠിപ്പിക്കുകയാണ്. അതിനാലാണ് ഈശോ വചനത്തിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത്, എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗ്ഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശികളും യോഹന്നാൻ കാണിച്ചു തന്ന മാർഗ്ഗത്തിൽ വിശ്വസിച്ചു, അതായത് ഈശോ വിശ്വസിച്ചു. നിങ്ങൾ ഈശോ ചെയ്ത അത്ഭുതപ്രവൃത്തികളും അടയാളങ്ങളും കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അതായത് പാവങ്ങളെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടും അത് തിരുത്തിയില്ല, പശ്ചാത്തപിച്ചില്ല, അതായത് ഈശോ വിശ്വസിച്ചില്ല. അതിനാൽ ഈശോ വിശ്വസിച്ച് അനുദപിച്ച ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ഈശോ അന്നത്തെ പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും പറയുന്നത് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വചനം മനസ്സിലാക്കി തരുന്നു, വചനം കേൾക്കുകയും വാക്കുകൊണ്ട് പ്രസംഗിക്കുകയും മാത്രം ചെയ്താൽ പോരാ, അതനുസരിക്കുകയും ചെയ്യണം. അതുപോലെ പാവങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഈശോയുടെ വചനം അത് നമുക്ക് തരുമ്പോൾ അത് കേട്ട് പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് തെറ്റുതിരുത്തി ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. അങ്ങനെയുള്ളവരാണ് ശരിക്കും ഈശോ വിശ്വസിക്കുന്നവർ. അങ്ങനെ തെറ്റുതിരുത്തുന്നവർ എത്ര വലിയ പാപികളാണെങ്കിലും അവർ തെറ്റുതിരുത്തി ദൈവവചനം അനുസരിക്കാൻ തുടങ്ങിയാൽ അവർക്ക് നിത്യജീവൻ അവകാശമാക്കി മാറ്റാൻ കഴിയും. നാളെ കൃപയ്ക്കായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം കേൾക്കാനും മനസ്സിലാക്കാനും തെറ്റുതിരുത്തുവാനും നമ്മെ തന്നെ എളിമപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മാ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ദൈവവചനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും വചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. ആമേൻ.